അടുത്തതായി 8ന്റെ നിശേഷഹരണം എങ്ങനെയാണെന്ന് നോക്കാം. 8ന്റെ നിശേഷഹരണത്തിൽ വലിയ സംഖ്യകളാണ് തന്നിരിക്കുന്നത്. 3ൽ കൂടുതൽ അക്കങ്ങളുള്ള സംഖ്യയാണെങ്കിൽ നമ്മൾ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്നുള്ള സംഖ്യ 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്നതാണോ എന്ന് പരിശോധിക്കണം. അതായത് അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 8ന്റെ ഗുണിതമാണോ എന്ന് നമ്മൾ പരിശോധിക്കും. ആണെങ്കിൽ ആ സംഖ്യ 8ന്റെ ഗുണിതമാണെന്ന് പറയാം. 4ന് ചെയ്ത പോലെ തന്നെ 4ൽ 2 അക്കങ്ങളായിരുന്നു, 8ൽ 3 അക്കങ്ങളാണ്. അത് ഓർത്താൽ മതി. 4ൽ 2 അക്കങ്ങൾ ചേർന്ന സംഖ്യയായിരുന്നു നോക്കിയിരുന്നത്. പക്ഷേ 8ന്റെ കേസിൽ വരുമ്പോൾ 3 അക്കങ്ങൾ ചേർന്നുള്ള സംഖ്യയാണ് നമ്മൾ നോക്കുന്നത്. നിയമം ഇതാണ്. സംഖ്യയിലെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 8ന്റെ ഗുണിതമാണെങ്കിൽ തന്നിരിക്കുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാം. 8 കൊണ്ട് നിശേഷം ഹരിക്കാം. ഇതാണ് നിയമം. നമ്മൾ കുറേ വലിയ ലോങ് സെൻറ്റൻസ് ആയിട്ട് തോന്നും. വളരെ സിമ്പിളാണ്. തന്നിരിക്കുന്ന സംഖ്യ എടുക്കുക, അവസാനത്തെ 3 സംഖ്യകൾ നോക്കുക, അതിനെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് ചെക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ ഈ സംഖ്യയെയും 8 കൊണ്ട് ഹരിക്കാം. ഉദാഹരണമായിട്ട് 5 6 0 8 0 4 ഈ സംഖ്യ എടുക്കാം. ഈ സംഖ്യ എടുത്ത് നോക്കിയാൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ അവസാനത്തെ 3 അക്കങ്ങൾ ചേർന്ന് വരുന്ന സംഖ്യ 804 804. ഈ 804നെ 8 കൊണ്ട് ഹരിക്കാൻ കഴിയുമോ എന്ന് നോക്കാം. ഇവിടെ ഇത് 800 ആണെങ്കിൽ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ കഴിയും. ഇവിടെ 804 ആയാൽ നമുക്ക് 8 കൊണ്ട് ഹരിക്കാൻ കഴിയില്ല. അങ്ങനെ അത് ബുദ്ധിമുട്ടുള്ള സംഖ്യകളാണ് വരുന്നതെങ്കിൽ നിങ്ങളത് ഹരിച്ച് നോക്കേണ്ടി വരും. ഇപ്പോൾ ഇത് വളരെ ഈസിയാണ്. 800 8 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 804 8ന്റെ ഗുണിതമല്ല. ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സംഖ്യ തന്നിരിക്കുന്ന സംഖ്യ 8നെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല. തന്ന സംഖ്യ എടുക്കുക, അവസാനത്തെ 3 അക്കങ്ങൾ മാറ്റി എഴുതുക, അത് 8ന്റെ ഗുണിതങ്ങളാണോ എന്ന് നോക്കുക. ഗുണിതമാണോ? അപ്പോൾ ഇവിടെ കിട്ടി 8ന്റെ ഗുണിതമല്ല. അതുകൊണ്ട് തന്നിരിക്കുന്ന സംഖ്യയെ 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയില്ല എന്ന് പറയാം. ഇനി വേറൊരു ഉദാഹരണം എടുക്കുക. 0 മാത്രം വരുന്ന ഉദാഹരണം. അങ്ങനെ വരുമ്പോൾ 1 8 0 4 0 0 0 ഇവിടെ ഇതാണ് സംഖ്യ. അപ്പോൾ അവസാനത്തെ 3 അക്കങ്ങൾ എടുത്ത് നോക്കിയാൽ നമുക്ക് കിട്ടുന്ന 0 0 0 0. അപ്പോൾ 0 വന്നാലും നമുക്ക് പറയാം ഇത് 8ന്റെ ഗുണിതമാണെന്ന് പറയാം. കാരണം 8 × 0 എന്താണ്? 0 തന്നെയല്ലേ. അപ്പോൾ ഇത് 8ന്റെ ഗുണിതമാണ്. 0 വന്നു കഴിഞ്ഞാൽ ഈ സംഖ്യ 8ന്റെ ഗുണിതമാണ്. അല്ലെങ്കിൽ ഈ സംഖ്യയെ ഇത് 8ന്റെ ഗുണിതമായിട്ട് എടുക്കാം. നമുക്ക് 0 8ന്റെ ഗുണിതമാണ് എന്നെടുക്കാം 0 വന്നാൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ തന്നിരിക്കുന്ന സംഖ്യ നമുക്ക് പറയാം 8 കൊണ്ട് നിശേഷം ഹരിക്കാം. അവസാനത്തെ 3 അക്കങ്ങൾ 0 വന്നാലും നമുക്ക് ഇത് 8 കൊണ്ട് നിശേഷം ഹരിക്കാവുന്ന സംഖ്യയാണെന്ന് പറയാം.